CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ AI ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ സോഷ്യലിസം പൂത്തുലയും. അപ്പം ഈ AI എന്താ, സോഷ്യലിസം എന്താ, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്കാണോ അറിയാത്തത്, അണികൾക്കാണോ അറിയാത്തത്, അതോ ഇതെല്ലാം കേൾക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്കാണോ മനസ്സിലാകാത്തത്? ഒന്നാമത്തെ കാരണം കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് അസുഖകരമായ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. അപ്പോൾ അതിനിടയ്ക്ക് വാസ്തവത്തിൽ ഇപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയാണ് CPM എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നയിക്കുന്ന വ്യക്തിയാണ് ഗോവിന്ദൻ മാഷ്. സ്വാഭാവികമായിട്ടും നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുമാണ്. അപ്പോൾ ജനങ്ങളെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് പിന്നെ സർക്കാരിൻ്റെയും നയിക്കുന്ന പാർട്ടിയുടെ നേതാവിൻ്റെയും ഉത്തരവാദിത്തമാണ്, അല്ലേ? അപ്പോൾ അതെനിക്ക് തോന്നുന്നു ഇത്രയും അധികം മനുഷ്യനെ സന്തോഷിപ്പിക്കുകയും ചിരിക്കാനും ഒക്കെ വക നൽകിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ സമീപകാലത്തുണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല സാർ. കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഗോവിന്ദൻ മാഷിൻ്റെ ആ പ്രസംഗത്തെ കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവാണെന്ന് ആലോചിക്കണം, കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ആലോചിക്കണം. അപ്പോൾ കേരളം എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് നോക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ മതി. വലിയ അന്വേഷണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ കേരളം എടുത്തു നോക്കുക, എല്ലാ ദിവസവും അന്ധവിശ്വാസങ്ങളുടെ പേരിലുള്ള കൊലപാതകങ്ങളാണെങ്കിലും, ഇപ്പം 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊല്ലുന്നു, അതേപോലെ തന്നെ പാലക്കാട്ട് 2 പേരെ കൊല്ലുന്നു, ഇങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്തെ ഗോപൻ സ്വാമി, ഇങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മാധ്യമങ്ങൾ മുഴുവൻ നിറയുന്നത് ഈ അന്ധവിശ്വാസങ്ങളുടെയും കൊലപാതകങ്ങളുടെയും ഒക്കെ വാർത്തയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും വലിയ അന്ധവിശ്വാസം ഉണ്ടാകുന്നത്? കേരളം ശരിക്കും പറഞ്ഞാൽ അന്ധവിശ്വാസങ്ങളുടെ ഒരു നാടാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രബുദ്ധമെന്ന് പറയും. പ്രബുദ്ധരായിട്ടുള്ള ജനത ഒരിക്കലും തങ്ങൾ പ്രബുദ്ധമെന്ന് പറയത്തില്ല. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്രബുദ്ധം എന്ന് പറയാൻ കാരണം നമുക്ക് തന്നെ അറിയാം നമ്മൾ പ്രബുദ്ധമല്ല എന്നുള്ളത്. നമ്മൾ കുറച്ച് അക്ഷരം അറിയാവുന്നതുകൊണ്ടോ പിന്നെ കുറേ ബുദ്ധിജീവികൾ വിദേശ സാഹിത്യ നോവലുകൾ വായിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ സൃഷ്ടികൾ വായിച്ചതുകൊണ്ടോ കേട്ട് കഴിഞ്ഞാൽ മനുഷ്യന് തലകറങ്ങുന്ന രീതി സംസാരിച്ചതുകൊണ്ടോ പ്രബുദ്ധമാകത്തില്ല. നമ്മൾ കേരളത്തിലെ ഏറ്റവും വലിയ അന്ധവിശ്വാസം എന്ന് പറയുന്നത് കേരളത്തിലെ മാർക്സിസമാണ്, കമ്മ്യൂണിസമാണ്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കും. കാരണം ഈ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള മന്ത്രവാദങ്ങൾ എടുത്ത് നോക്കുക, ഈ കഴിഞ്ഞ ഒരു 50 വർഷത്തെ അല്ലെങ്കിൽ 60 വർഷത്തെ മന്ത്രവാദങ്ങൾ എടുത്ത് നോക്കുക, എത്ര പേര് മരിച്ചിട്ടുണ്ടാവും? വളരെ കുറച്ചായിരിക്കും മരിച്ചത്, അല്ലേ? കേരളത്തിൽ കഴിഞ്ഞ 60 വർഷം നടന്നിട്ടുള്ള CPM, ഇപ്പം BJP, അതല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ, ഏതെങ്കിലും ഒരു ഭാഗത്ത് CPM ആയിരിക്കും, അതെ അല്ലേ? എത്ര പേര് മരിച്ചിട്ടുണ്ടാവും? നമുക്ക് എണ്ണാൻ പറ്റുന്നില്ല. അതുപോലെ അല്ലേ? മരിച്ചവരുടെ എണ്ണം വരുന്നില്ല. അപ്പോൾ അതൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ്, അല്ലേ? അതെ. നേതൃത്വത്തിനെ വിശ്വസിക്കുകയും അണികൾ ജീവൻ കൊടുക്കുകയും ചെയ്യുന്നു, അല്ലേ? അതെ. എന്തിൻ്റെ പേരിലാണ്? വിപ്ലവം ഉണ്ടാക്കാൻ വരും, അല്ലേ? നാളെ ഞങ്ങൾ സ്വർഗം സൃഷ്ടിക്കുന്നതാണ് പറയുന്നത്. നാളത്തെ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് ഇവർ കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ എല്ലാ സമ്മേളനങ്ങളും എടുത്ത് നോക്കുക, രക്തസാക്ഷികളെ ഓർത്ത് അനുസ്മരിച്ചുകൊണ്ടാണ്. മനസ്സിലായല്ലേ? ഈ മറ്റേ ശ്രാദ്ധം നടത്തുന്നത് പോലെ ഒരു പ്രക്രിയയാണത്. അപ്പോൾ ഇത് വീണ്ടും പ്രോത്സാഹിപ്പിക്കുകയാണ്. അന്ധവിശ്വാസമാണ് ഇത്. മരിക്കുന്നത് ഇപ്പം ഒരു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ണൂർ ഭാഗത്ത് പിന്നെ ധർമ്മടം ഭാഗത്ത് നിൽക്കുന്ന സമയത്ത്, ഇപ്പോൾ ഉണ്ടോയെന്ന് ഞാൻ കുറേ നാളായി കണ്ണൂർ പോയിട്ട്, പണ്ട് നമ്മൾ വൈകുന്നേരങ്ങളിലൂടെ നമ്മൾ കണ്ണൂരിൽ നടക്കുന്ന സമയത്ത് കവലയ്ക്ക് മീറ്റിങ്ങുകളാണ്. എന്താണെന്ന് വെച്ചാൽ രക്തസാക്ഷികളുടെ അനുസ്മരണ ദിവസം. ഒരു ദിവസം തന്നെ പല സ്ഥലങ്ങളിൽ രക്തസാക്ഷി അനുസ്മരണം നടക്കുകയാണ് അവിടെ. അപ്പോൾ ഒരു ധർമ്മടത്തുള്ളൊരു പ്രസംഗത്തിൽ ഒരു പാവം സ്ത്രീ, ആ സ്ത്രീ വന്നിട്ട് പ്രസംഗിക്കുകയാണ്, എൻ്റെ വയറ്റിൽ ഞാൻ അയാളുടെ പേര് ഞാൻ മറന്നുപോയി, ജന്മം കൊടുത്തതിൽ ഞാൻ ഇന്ന് അഭിമാനം കൊള്ളുന്നു, കാര്യം ഞാനൊരു രക്തസാക്ഷിയുടെ അമ്മയാണ്. എത്രയും വലിയ അന്ധവിശ്വാസമാണ്, അല്ലേ? അപ്പോൾ ഈ രീതിയിലുള്ള ഏറ്റവും വലിയ അന്ധവിശ്വാസം, അതായത് നാളെ ഞങ്ങൾ സ്വർഗം പണിയും, അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ജീവിതം തരൂ, ഇതൊരു വിശ്വാസമാണ്. അപ്പോൾ ഗോവിന്ദൻ മാഷിൻ്റെ ഇപ്പോഴത്തെ പ്രസ്ഥാനം എടുത്ത് നോക്കുക, അദ്ദേഹത്തിന് ഒരു സ്റ്റേറ്റിനെ നയിക്കുന്ന പിന്നെ മുഖ്യ പാർട്ടിയുടെ നേതാവെന്ന നിലയ്ക്ക് അദ്ദേഹം ഒരു ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീങ്ങുന്ന ഒരു രാഷ്ട്രീയ പാർട്ടികളൊക്കെയാണെന്ന് അദ്ദേഹം എപ്പോഴും പറയും. താത്വിക ആചാര്യനുമാണ്. അതെ. അദ്ദേഹം ശരിക്കും അറിയേണ്ടതാണ് എന്താണ് നിർമ്മിത ബുദ്ധി. അദ്ദേഹത്തിന് നിർമ്മിത ബുദ്ധി മാത്രമേ പരിചയമുള്ളൂ, പരിചയമുള്ളൂ. ഈ അത് കഴിഞ്ഞിട്ട് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, അത് വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് അദ്ദേഹം കേട്ടിട്ടില്ല. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് കേട്ടിട്ടുണ്ടോയെന്ന് അദ്ദേഹത്തിന് അറിയില്ല. എന്നിട്ട് പറയുകയാണ്, എന്താണ്, AI വന്നു കഴിഞ്ഞാൽ മുതലാളി പാപ്പരാകും. അതാണ് പറഞ്ഞത്. ഇത് നല്ല തമാശയാണ്. മാത്രവുമല്ല, ഇതിങ്ങനെ വന്ന്
അതിൻ്റെ സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 വർഷം മുമ്പ് തന്നെ ഈ വാട്സപ്പിലൊക്കെ ഒരു പ്രൊവിഷനുണ്ട് ഈ എഫക്റ്റ് കൊടുത്ത് സംസാരിക്കുക. ഇപ്പം നിങ്ങൾ കൊച്ചു കുട്ടികളെയൊക്കെ ദൂരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പം ഈ വാട്സപ്പിലെടുത്ത് സംസാരിച്ചിട്ട് പെട്ടെന്ന് മറ്റേ 3 കുത്തിനകത്ത് പോയി അടിച്ചിട്ടൊരു എഫക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അവർ ചിലപ്പം ആസ്ട്രോനേറ്റായിട്ടായിരിക്കും സംസാരിക്കുന്നത്, ചിലപ്പം വെള്ളത്തിനടിയിൽ കൂടെ പോയി സംസാരിക്കും. അപ്പോൾ ഇതൊക്കെയുള്ള ഇത് അതുപോലുമല്ല, ഒരു അത്ഭുതം എന്ന നിലയിൽ കാണിച്ചിരിക്കുന്നത് പയ്യമ്പലം ബീച്ചിൻ്റെ അടുത്തൊരു ഫോട്ടോ എടുത്തിട്ട് പാറക്കല്ലുകൾക്ക് പകരം ഹിമാലയ സാനുക്കളുടെ കുളിർമ കൊടുത്തെന്ന് പറയുന്നത്. ഒരു അണിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കുക, അദ്ദേഹത്തിൻ്റെ AI കുറിച്ചിട്ടുള്ള ധാരണ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംഗതി എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഇപ്പോഴും ഇന്നും നാളെയും വരും പിന്നെ മാർക്സിസം ഇത് സോഷ്യലിസം വരുമെന്ന് വിചാരിച്ച് കളയരുത്. ഒരു 200 വർഷം അല്ല 150 വർഷം കഴിഞ്ഞ് സോഷ്യലിസം വരും. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇതിൽ വലിയ അന്ധവിശ്വാസം ഏതാണ് നിങ്ങൾ പറയും? ഇതിനേക്കാൾ വലിയൊരു അന്ധവിശ്വാസം. കാരണം ഈ മന്ത്രവാദികളൊക്കെ ഇത്തിരിയുടെ സ്ട്രെയിറ്റാണ്. അവർ അടുത്ത ജന്മത്തിലേക്കുള്ള സാധനം പലരും വളരെ കുറച്ചേ പറയാറുള്ളൂ. ഇപ്പോൾ മറ്റേ ഒന്ന് ആറന്മുള പോയി ചെയ്തവരാണെങ്കിലും ഇതൊക്കെ ഈ ഇവിടെ ഉള്ളവരൊക്കെ ആണെങ്കിലും ഈ വർത്തമാന ജീവിതത്തിനെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ചെയ്ത സംഗതിയാണ്. ഇപ്പോൾ പാലക്കാട് ചെന്താമര ചെയ്തത് അടുത്ത വീട്ടിലെ മുടി നീണ്ട സ്ത്രീ തൻ്റെ കുടുംബജീവിതത്തിന് അപകടമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ കുടുംബജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി ചെയ്ത സംഗതിയാണ്. അങ്ങനെ ഓരോരുത്തരെ എടുത്തു നോക്കിയാൽ ഈ ഇപ്പോഴത്തെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് ചെയ്യുന്നത്. പിന്നെ CPMൻ്റെ സെക്രട്ടറി പറയുന്നത് 150-200 വർഷം കഴിഞ്ഞിട്ട് സോഷ്യലിസം വരും. ഒന്ന് ആലോചിച്ച് നോക്കണം, ജനുവരി 20-നാണ് ട്രംപ് ഇനാഗുറേഷൻ നടന്നത്. ട്രംപ് അധികാരത്തിലേറി ഇന്നിപ്പം ഫെബ്രുവരി 1 11 ദിവസമായി. അതെ, അതായത് ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ്, ഒരാഴ്ചയ്ക്ക് മുമ്പ് ഉണ്ടായിരുന്ന ട്രംപിൻ്റെ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും AI വരുത്തുന്ന മാറ്റങ്ങളിലുള്ള കാഴ്ചപ്പാടുമായില്ല ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക്. കാരണം ആ മാറ്റമാണ് ചൈന ഡീപ് സീക്ക് പുറത്തുവിട്ടപ്പോഴത്തേക്ക് വന്നത്. അതായത് ജനുവരി 20-ന് ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പറഞ്ഞത് ഞങ്ങൾ 500 കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്, ചെയ്തു. ആ സമയത്ത് ചൈന ഡീപ് സീക്ക് ഇറക്കി കഴിഞ്ഞു. അപ്പോൾ ചൈന എത്ര ക്ലോസ് വാച്ചിങ്ങാണ് ഇത് അല്ലേ? അപ്പോൾ ഞങ്ങളുടെ ചങ്കിലെ ചൈന കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, നിങ്ങൾ ധൈര്യമായിട്ടിരുന്നു, സോഷ്യലിസം വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദൻ മാഷ് എന്തൊക്കെയോ ചൈനയ്ക്ക് വേണ്ടി പറയുന്നു എന്ന്. അപ്പോൾ ഈ അണികളെ അങ്ങനെ പറഞ്ഞും തെറ്റിദ്ധരിപ്പിക്കാം. അപ്പോൾ എന്തും പാർട്ടിയുടെ നേതാക്കൾ പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വിഭാഗം അണികൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ അല്ലാന്ന് ഈ പാർട്ടി എന്ന് നമുക്ക് തന്നെ പറയാൻ കഴിയും. കാര്യം ഈ ഗോവിന്ദൻ മാഷിനെയും അതുപോലെ തന്നെ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയൊക്കെ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ഉദാഹരണത്തിന് വിജയരാഘവൻ, അദ്ദേഹം ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ CPMൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിക്കൂടായില്ല. അദ്ദേഹമൊക്കെ പറയുന്നത് ഈ വിപ്ലവം ഇങ്ങനെ വരാൻ പോവുകയാണെന്നാണ് പറയുന്നത്. അത് ചിലപ്പം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത് സാർ. അപ്പോൾ ഇതിനേക്കാൾ വലിയ അന്ധവിശ്വാസം ഏതാണ് കേരളത്തിലുള്ളത്? അപ്പോൾ ഈ അന്ധവിശ്വാസമാണ് കേരളത്തിനെ ഇന്നത്തെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഇൻ്റർനെറ്റിൻ്റെ വ്യാപകത്തോടുകൂടി ഈ കമ്മ്യൂണിസത്തിന് ലോകത്ത് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യങ്സ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ പാർട്ടി കോർണർ മീറ്റിംഗ്, നേരത്തെ സാർ പറഞ്ഞ പോലെ കോർണർ മീറ്റിംഗ് ഇല്ല, ഇനി അഥവാ മീറ്റിങ്ങുകൾ ഉണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു പരിപാടി സംഘടിപ്പിച്ചാൽ യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്നത് എത്ര പേര് പങ്കെടുക്കുന്നു? എബോവ് 50 ആണ് ഇപ്പോൾ പങ്കെടുക്കുന്ന പാർട്ടിക്കാരെല്ലാം. അപ്പോൾ അത്തരത്തിൽ യങ്സ്റ്റേഴ്സിനെ പറഞ്ഞു പറ്റിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും AI കുറിച്ച് പറയാം, അല്ലെങ്കിൽ ഡീപ് സീക്കിനെ കുറിച്ച് പറയാം എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സാധനം പാർട്ടി സംസ്ഥാന സെക്രട്ടറി കണ്ടുപിടിക്കുന്നു, എന്നിട്ട് അതിനെക്കുറിച്ച് പറയുന്നു. ഇനി നാളെ ജില്ലാ സെക്രട്ടറിമാർ ഇത് പറയും, അത് കഴിഞ്ഞ് ഏരിയ സെക്രട്ടറിമാർ ഇത് പറയും. എത്ര കാലം ഇങ്ങനെ അണികളെ കബളിപ്പിക്കാൻ പറ്റും? എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കേരളം മുഴുവൻ ജനത ഒരു അന്ധവിശ്വാസത്തിൽ അകപ്പെട്ട് കിടക്കുകയാണ്. അതിനൊരു പക്ഷേ എൻ്റെ കാരണം ചരിത്രപരമായ കാരണങ്ങളുണ്ട്. അതിനകത്തുനിന്നൊരു ചെറിയ വ്യതിചലനമായിരുന്നു നവോത്ഥാനത്തിൽ വന്നത്. നവോത്ഥാനം വന്ന് അതിൻ്റെ ചിറകുകൾ വിടർത്താനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് കമ്മ്യൂണിസം വന്നു, അതിൻ്റെ നേരെതിരെ ദിശയിലേക്ക് കൊണ്ടുപോയി. വിശ്വാസങ്ങൾ, ഇപ്പം ഉദാഹരണത്തിന് വിശ്വാസം തന്നെ അബദ്ധമാണ്. കാര്യം നമുക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട് എന്ന് നമ്മൾ കരുതുന്നതിനാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതെ, അത് ഒരടിസ്ഥാനവും ഇല്ലാതെ നമ്മൾ ഈ എല്ലാ വിശ്വാസവും അന്ധമാണ്. എങ്കിലും ഇപ്പം നമ്മൾ ഗോവിന്ദൻ മാഷിനെ പോലുള്ളവരൊക്കെ പ്രചരിപ്പിക്കുന്നത് തികഞ്ഞ അന്ധവിശ്വാസമാണ്. കാര്യം പുള്ളിക്ക് തന്നെ, അദ്ദേഹത്തിന് തന്നെ അറിയില്ല എന്താണ് അദ്ദേഹം പറയുന്നത് പോലും. മാത്രമല്ല ഇപ്പോഴത്തെ ഈ വർത്തമാനകാല ലോകം എവിടെ നിൽക്കുന്നു, ശാസ്ത്രം എത്രമാത്രം പുരോഗതി നേടിയിരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, അദ്ദേഹം കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്താണ് ക്വാണ്ടം മെക്കാനിക്സ് എന്നോ അതല്ലെങ്കിൽ ക്വാണ്ടം ലെവൽ എന്താണെന്നുള്ളത്. ഇപ്പം ഭൗതിക ശാസ്ത്രജ്ഞർ പോലും പറയുന്നത് നമ്മൾ ക്വാണ്ടം തിങ്കിങ്ങിലേക്ക് പോകണമെന്നാണ് പറയുന്നത്. എന്താണ് ക്വാണ്ടം തിങ്കിങ്?
ഭൗതിക തലത്തിൽ നിന്ന് പോലും അവരങ്ങനെ പറയുന്ന സാധനം. അപ്പോൾ ഇത്തരം ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്, ഈ അണികൾ ചോദിക്കുന്നു അധ്വാന വർഗം 60% തൊഴിലും AI എടുത്തു കഴിഞ്ഞാൽ പിന്നെ അധ്വാന വർഗത്തിന് എവിടെയാണ് സ്കോപ്പുള്ളത്? അപ്പം തൊഴിലാളി ഇല്ലെങ്കിൽ പിന്നെ തൊഴിലാളി വർഗ സർവാധിപത്യം സാധ്യമല്ല. അപ്പം മാർക്സിസത്തിൻ്റെ പ്രസക്തി എന്താ? അവിടെയാണ് ഗോവിന്ദൻ മാഷിൻ്റെ ദീർഘവീക്ഷണം. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം ട്രംപിനേക്കാളൊക്കെ എത്രയോ, അല്ലെങ്കിൽ ഈ പിന്നെ ട്രംപ്, ഇലോൺ മസ്ക്, സാം ആൾട്ട്മാൻ, ജപ്പാനിലെ സോഫ്റ്റ് ബാങ്ക്, ഓറക്കിൾ, ഇവരൊക്കെ ധരിച്ചിരുന്നത് അമേരിക്കയെ ഈ AI ക്യാപിറ്റലാക്കാം. അതുകൊണ്ടാണ് ട്രംപ് അധികാരത്തിൽ 2ാം ദിവസമാണ് 500 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് അവർ AI രംഗത്ത് നടത്തിയത്. ഒരാഴ്ചയ്ക്ക് മുമ്പ് ചൈന ഡീപ്സീക്ക് വിട്ടു അല്ലേ? അപ്പോഴത്തേക്ക് രംഗം മാറുന്നു. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ കാത്തിരിക്കുക, 150 വർഷം കാത്തിരുന്ന് കഴിഞ്ഞാൽ സോഷ്യലിസം വരുമെന്ന്. അപ്പോൾ ഈ രീതിയിലുള്ള സംഗതികൾ, ഇതിനകത്ത് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടുത്തെ മുഖ്യധാര മാധ്യമ പ്രവർത്തകരുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു ദിവസം, ഇപ്പം പ്രധാനമായിട്ട് ഇന്നത്തെ ചാനലുകളാണ്, അവർക്കൊരു വിഷയത്തെക്കുറിച്ചും പിന്നെ ഈ പറയുന്നതുപോലെ പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ കാണുന്ന ചില സംഗതികൾ, ഒരു വാഗ്വാദം അല്ലെങ്കിൽ ഒരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ അതിനെ വെച്ചുകൊണ്ടൊരു തമാശ, ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ചിന്തയിലേക്ക് അവർക്ക് പോകാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരു ചോദ്യങ്ങൾ പോലും അടിസ്ഥാനപരമായിട്ട് അല്ലെങ്കിൽ കാമ്പുള്ള ചോദ്യങ്ങൾ, ഒരൊറ്റ ചോദ്യങ്ങൾ പോലും ഒരു മാധ്യമത്തിൻ്റെ ഭാഗത്തു നിന്നോ മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ എഡിറ്റർമാരുടെ ഭാഗത്തു നിന്നോ ഉണ്ടാവില്ല എന്നുള്ള ഉറച്ച ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നേതാക്കന്മാരും എല്ലാ രാഷ്ട്രീയക്കാരും പിന്നെ അതുപോലെ സിനിമാക്കാരും ഒക്കെ പരസ്യമായിട്ട് ഈ മാധ്യമ പ്രവർത്തകരെ അധിക്ഷേപിച്ച് സംസാരിക്കുന്നത്, വിരട്ടിയൊക്കെ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ മാഷ് തന്നെ എൻ്റെ അടുത്ത് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുതെന്ന് ഇങ്ങനെ സംസാരിക്കും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങൊരു ജനായത്ത സമൂഹത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കാനുള്ള ഒരു ആർജവം പോലും അതിനകത്തുണ്ടായിരുന്ന ഒരൊറ്റ ലേഖകനോ ലേഖികയ്ക്കോ ഉണ്ടായില്ല. കാര്യം ഒരു മാധ്യമപ്രവർത്തകൻ ഒരു കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആ വ്യക്തിയല്ല ചോദിക്കുന്നത്, സമൂഹത്തിനെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടൊരു സമൂഹത്തിന് വേണ്ടി ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സമൂഹം എന്താണെന്നും സാമൂഹിക ജീവിതം എന്താണെന്നും വ്യക്തി എന്താണെന്നും വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ബന്ധം എന്താണെന്നും ആശയങ്ങളും വ്യക്തിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നും ആശയങ്ങൾക്ക് അപ്പുറത്ത് ലോകമുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന് തന്നെ യഥാർത്ഥ ചോദ്യങ്ങൾ ഉണ്ടാവുകയുണ്ട്. അത്തരം ചോദ്യങ്ങൾ ഉണ്ടാവുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗോവിന്ദൻ മാഷിനെപ്പോൾ ഉള്ളവരൊക്കെ പറയുന്നത് വിശ്വസിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വിദഗ്ധരെയും എക്സ്പേർട്ട് പാനൽസിനെയൊക്കെ വിളിച്ചിത് ചർച്ച നടത്തുകയും 1 മണിക്കൂർ നേരം വളരെ രസകരമായ, എന്താ പറയുക, ഈ ചില അരിഷ്ടങ്ങളൊക്കെ കുടിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു രസമുണ്ടല്ലോ, അതേപോലുള്ളൊരു വിഭവം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് ചാനലുകളും മാധ്യമങ്ങളും മാറുന്നു. അതാണ് ഇന്ന് കേരളത്തിൻ്റെ ഒരു വലിയൊരു ദുരന്തമെന്ന് പറയുന്നൊരവസ്ഥ. അതാണ്. അപ്പോൾ കമ്മ്യൂണിസമാണ് വലിയ അന്ധവിശ്വാസം. തീർച്ചയായിട്ടും, ഒരു സംശയമില്ല. നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. ഇപ്പം മരണം തന്നെയാണ്. ഇപ്പം മന്ത്രവാദത്തിൻ്റെ പേരിൽ ഇപ്പം പിന്നെ കത്തി കൊണ്ട് കുത്തി കൊന്നു കഴിഞ്ഞാലും, കൊടുവാൾ കൊണ്ട് വെട്ടി കൊന്നു കഴിഞ്ഞാലും, കുന്തം കൊണ്ട് കുത്തി കൊന്നു കഴിഞ്ഞാലും, വെടിവെച്ച് കഴിഞ്ഞാലും വ്യക്തി മരിക്കുകയാണെങ്കിൽ മരണം തന്നെയാണ്. ഇവിടെ ഏത് വിശ്വാസത്തിൻ്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ വ്യക്തികൾ മരിച്ചു വീണിട്ടുള്ളത് എന്നുള്ളത് എടുത്ത് നോക്കുക. വളരെ വ്യക്തമല്ലേ? ഇല്ലേ? ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം, 150 വർഷത്തിന് ശേഷം വരാൻ പോകുന്നൊരു സംഗതിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ജീവൻ കൊടുക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് കേരളത്തിലെ ഏറ്റവും വലിയ അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഈ മാർക്സിസവും ഇവരൊക്കെയാണ് അതിനെ വളരെ കോട്ടം തട്ടാതെ കൊണ്ടുപോകുന്നതിൻ്റെ തത്രപ്പാടാണ് ഈ കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.